വീഡിയോ വീഡിയോ ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശേഖരൻകുട്ടി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. നമ്മൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ പോകേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്, നന്ദി ഹിൽസ്. അപ്പോൾ നന്ദി ഹിൽസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ രണ്ടുപേർ വെച്ച് ബൈക്കിൽ കയറിയിട്ടുണ്ടെന്നാലും ഒരാളെ കൂടെ കൊള്ളണമെന്ന് തോന്നി, അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നന്ദി ഹിൽസിലേക്ക് പോകാം. ഹായ് ഗായ്സ്, വ്ളോഗിലേക്ക് കിടക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് ഞാൻ ഒരു വർഷം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വ്ളോഗാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഓഗസ്റ്റ് 2023 ഷൂട്ട് ചെയ്തൊരു വ്ളോഗാണ്. ഇത് വരാൻ അത്ര ലേറ്റായത് വേറൊന്നുമില്ല, എൻ്റെ മടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൊഡ്ബല്ലാപൂരിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ കോർമംഗലിൽ നിന്നും ട്രിപ്പിൻ്റെ തലേ ദിവസം തന്നെ ഡൊഡ്ബല്ലാപൂർ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായി. രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് പോകണമെന്നായിരുന്നു പ്ലാൻ ഇട്ടതെങ്കിലും എണീറ്റ് വന്നപ്പോൾ 6 മണിയായി. അൺഫോർച്ചുനേറ്റ്ലി 6 പേർക്ക് 2 ബൈക്കാണ് ഞാൻ ഒപ്പിക്കാൻ കഴിഞ്ഞത്. ഒരു അപ്പാച്ചി RTO 160, എൻ്റെ 135. അങ്ങനെ ഡൊഡ്ബല്ലാപൂരിൽ നിന്നും ഞങ്ങൾ മാപ്പ് നോക്കി യാത്ര ആരംഭിച്ചു. ഗ്രാമങ്ങളിലൂടെയായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങൾ ആ ബോർഡ് കണ്ടു, നന്ദി ഹിൽസ്. അവിടെ നിന്നങ്ങോട്ട് നീണ്ട ഒരു വരി തന്നെയായിരുന്നു. ബൈക്കിൽ വന്നതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ മനസ്സിലായി. ബൈക്കിൽ പോകുന്നതുകൊണ്ട് സൈഡിലൂടെ കയറി ചെന്ന് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് മുന്നോട്ട് നീങ്ങി. ട്രിപ്പിൾസ് അടിച്ച് വരുന്നവരെ കയറ്റി വിടുന്നുണ്ടായി. അതിനാൽ 2 പേരോട് ഇറങ്ങി നടന്ന് ചെക്ക് പോസ്റ്റ് കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് 2 ബൈക്ക് മുകളിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ അതാ ഏതോ നല്ല മനസ്സിനുടമയായ ചേട്ടൻ അവർക്ക് ലിഫ്റ്റ് കൊടുത്തു. അത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി. മുകളിലേക്ക് കയറുന്തോറും തണുപ്പും കോടമഞ്ഞും കൂടിക്കൂടി വന്നു. മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ മറ്റൊരു പോലീസ് ചെക്ക് പോസ്റ്റിലെത്തി. അവിടെയും ട്രിപ്പിൾസ് ഞങ്ങളെ കുടുക്കി. എന്നാൽ ഹിമാലയൻ ചേട്ടൻ ഒരാളെ ഇറക്കി മറ്റേയാളെ ഡ്രോപ്പ് ചെയ്തു, തിരിച്ചു വന്ന് മറ്റേയാളെ പിക്ക് ചെയ്തു, വീണ്ടും മുന്നോട്ട് തിരിച്ചു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അത് മേഘവഴിയിൽ നിൽക്കുന്നു. ഹിമാലയൻ ചേട്ടൻ അയാളുടെ കൂടെയുള്ള ആരെയോ ചെക്ക് പോസ്റ്റ് കടത്താൻ വീണ്ടും തിരിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ മേഘയും പിക്ക് ചെയ്ത് അവരെ വെയിറ്റ് ചെയ്തു. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനെ കാണാൻ വന്നിട്ട് കൂടെ മഞ്ഞ് മാത്രമേ ഉള്ളൂ. നോക്ക് ഗായ്സ്, കഞ്ചരാം. അപ്പോൾ നമ്മളിനി മുകളിലേക്ക് കാഴ്ച കാണിച്ചുതരാം. കോടമഞ്ഞ് നിറഞ്ഞ വഴിയിലൂടെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്രയായി. താഴെ നിന്ന് ഓരോരോ ഹെയർപിന്നെ കയറുന്നതോറും കോടമഞ്ഞ് കൂടിക്കൂടി വന്നു.
അവസാനം ഞങ്ങൾ കവാടം കണ്ടു, നന്ദി ഹിൽസിൻ്റെ കവാടം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിന് മുകളിൽ പാർക്കിങ്ങിലെത്തിയിരിക്കുകയാണ്. പാർക്കിങ്ങുകളെ കാണിച്ചു തരാം. നല്ല കോടമഞ്ഞിറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഞങ്ങൾ സൂര്യനെ കാണാൻ വന്നാണ്, അവസാനം മഞ്ഞ് കണ്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയായി. പക്ഷെ കൊള്ളാം. അപ്പോൾ ഇനി മുകളിലേക്കുള്ള ട്രക്കിൽ കാണാം. ഗൈസ്, നമ്മൾ അവിടുന്ന് ഇപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല റേറ്റാണ് ചായക്ക്. 30 രൂപയാണ് ചായക്കും കാപ്പിയുടെയും വില. എന്നാലും ഇവിടെ ഒരാൾ ചായ കാപ്പി കുടിക്കാൻ അങ്ങനെയല്ല, 150. അതാണ് നമുക്ക് ഇതുവഴിയാണ് കയറി പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഗൈസ് ഇതുവഴിയാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ പാർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഈ ഏരിയ ഇങ്ങനെ ഫുള്ള് പാർക്കിംഗ് ആണ് ഗൈസ്. അപ്പോൾ സൺറൈസ് വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രകൃതി മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ മലയിൽ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ താഴെ മുകളിലേക്ക് കയറുകയാണ്. എന്തായാലും നമ്മൾ ലേറ്റായി ഇറങ്ങിയത് നന്നായെന്ന് തോന്നുന്നു. വെളുപ്പിനെ വന്നിരുന്നെങ്കിൽ ഇരുട്ടത്ത് വിട്ടുപോയേനെ. ഗായ്സ്, നമ്മൾ പോന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് ട്രീ ഹൗസസ്, ഏർമാടങ്ങൾ കാണാം ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. നിങ്ങളപ്പോൾ വരുവാണെങ്കിൽ ഒരു മഞ്ഞുള്ള സമയം നോക്കി മൺസൂൺ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ മുകളിലേക്ക് കാണാം. ഗൈസ്, നമുക്ക് റെനിയൻ മാനുപുരത്തിൻ്റെ കൂടെ പോവാം. ഇത് ഫുള്ളി കണക്റ്റഡ് ആണ് ഗൈസ്. അവിടെ ഒരു ഏർമാട്, ഇവിടെ ഒരു ഏർമാട്, ഇങ്ങനെ ഒരു ഏർമാട്, അങ്ങനെ ഒരു ഏർമാടം. ഗൈസ്, നമ്മൾ കയറി വരികയാണ്. ചന്ദനു ഗണപതി, വെൽക്കം ടു ദ. നിങ്ങൾ ഫ്രാൻസിൽ നിന്ന് പ്രത്യേകം ഇറക്കുമതി ചെയ്തതാണ്. ഗൈസ്, തെറ്റിദ്ധരിക്കണ്ട, മൃഗങ്ങളൊന്നുമല്ല. പ്രത്യേകതരം ചില ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു ജീവിയാണ്. കണ്ടുകിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മേളിൽ കയറി വരുമ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ ചാട്ട്, മാഗി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ് ഗൈസ്. അവിടെ നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണെന്ന് തോന്നുന്നു, സൺറൈസ് വ്യൂ പോയിന്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ്, ഇതാണ് സൺറൈസ് വ്യൂ പോയിന്റ് ഗൈസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൺറൈസ് കാണാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റും, നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഗൈസ്. സണ്ണ് വരാഞ്ഞിട്ടാണോ അതോ ഈ 3D
ഞാനാണ് ശേഖരനെ നമ്മളിങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ടോപ്പിലായിട്ട് ഇവിടെ ഒരു യോഗനാഥീശ്വര സ്വാമി ടെമ്പിൾ ഉണ്ട് ഗൈസ്. നമുക്കിവിടെ കയറണമെങ്കിൽ 5 രൂപയുടെ ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് നമുക്കിവിടെ ചെരുപ്പൂരി ഇവിടെ കൊടുത്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള വൈബ് ഗൈസ്. അത് ശരി. ഗൈസപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി ഇറങ്ങി. കുറേ നാൾ കൂടിയാണ് ഒരു അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളിനി അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗൈസ് നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം. ഈ ടോപ്പിലുള്ള ഈ അമ്പലത്തിൽ മോനെ ഒരു കുളം, അതും പാറ വെട്ടിയിട്ടാണ് ഈ കുളം ഉണ്ടാക്കിയേക്കുന്നത്. നല്ല പേരെന്താ മോനെ? വീഡിയോ ആണ് കഴിച്ചത്. ഞാനിപ്പോൾ വീഡിയോ ഇപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഗൈസ് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ മറ്റൊരമ്പലം, അവിടെ വേറൊരമ്പലം, അവിടെ മറ്റൊരമ്പലം, കുറേ അമ്പലങ്ങളുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ ആ വഴി ഇറങ്ങി വന്നാൽ നമുക്ക് ടിപ്പു ഡ്രോപ്പ്, അർക്കവത്തി റിവർ ഒറിജിൻ റെസ്റ്റിംഗ് പോയിന്റ് മെയിൻ എൻട്രൻസ് ഗേറ്റിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ നമുക്ക് ഈ വഴി താഴേക്ക് പോയി നോക്കാം. ഗൈസ് നമ്മൾ നേരെ തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കൊരബദ്ധം പറ്റിയതായിട്ട് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കയറുമായിരുന്നെങ്കിൽ നേരെ അങ്ങോട്ട് എത്തിയാണ്. നമ്മൾ പക്ഷേ ഈ വഴി കയറി ഫുള്ള് കയറിപ്പോയി സൺറൈസ് പോയിന്റ് തപ്പിപ്പോയതാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ തിരിച്ച് താഴേക്ക് ഇറങ്ങാം. ഫോൺ വഴി ടിപ്പു ഡ്രോപ്പിലൂടെ കണ്ടിട്ട് പോകും ഗൈസ്. വീഡിയോ വീഡിയോ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ടിപ്പു ഡ്രോപ്പ് കണ്ടിട്ട് വരികയാണ്. മഞ്ഞ് കയറി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണോ അതോ ഇനി എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലായില്ല. വെള്ള കളർ മാത്രമല്ല, അത് വേറെ ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. പലർക്കും വിശക്കുന്നുണ്ട്. 8 മണിയായെന്നാണ് പറയുന്നത്. അതാ ഇതിലൊരു വഴി കാണുന്നുണ്ട് ഗൈസ്. ഡിസ്കവർ ചെയ്യാം. എന്താണ് നോക്കട്ടെ. ഏതോ റിവറിൻ്റെ ഒറിജിനാണ് ഗൈസ്. നമുക്ക് പോയി നോക്കാം. ഗൈസ് നമ്മളിപ്പോൾ അരക്കാവതി പോണ്ട് റീസ്റ്റോറേഷൻ വർക്കിലാണ്. റീസ്റ്റോറേഷൻ വർക്ക് പോണ്ടി ഞാൻ കാണിച്ചു തരാം നമ്മളെ. ഇതാണ് പോണ്ട്. വെള്ളമില്ല, ഇതാണ് ഗൈസ് പോണ്ട്. അപ്പുറം ഗൈസ് നമ്മൾ ഏതൊക്കെയോ വഴികൾ കയറി ഒരു പാറപ്പുറത്ത് എത്തിയിരുന്നു ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നമുക്കിനി തിരിച്ചു പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ എത്തണം തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ കയറി ഇറങ്ങി മലയുടെയൊക്കെ ഇടവഴി നമ്മൾ പുറത്തേക്കൊരു വഴി കണ്ടുപിടിച്ചു. ഇത് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരെ പാർക്കിങ്ങിലേക്ക് എത്താം ഗൈസ്. ടിക്കറ്റ് എടുക്കാതെ വേണേൽ നമുക്കിതുവഴി തിരിച്ചകത്തേക്ക് കയറുകയും ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും 30 രൂപ കൊടുക്കാൻ നമുക്കകത്തേക്ക് കയറാം.
ഇതിലേ കയറി നമുക്കിതിലെ ഇതിൽ വരുന്ന വഴി അങ്ങനെ പോയിട്ട് കയറി വാ. ഓക്കെ ഗായ്സ്, നമുക്ക് തിരിച്ചു പോയേക്കാം. അപ്പോൾ ഗായ്സ്, നന്ദി ഹിൽസ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ശേഖരൻകുട്ടി വ്ളോഗ്സ് അവസാനിക്കുന്നില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.